ലോകം കണ്ട ഏറ്റവും വലിയ മലയാളി ബിസിനസ്സുകാരിൽ ഒരാൾ. പക്ഷേ ഈ തിളക്കത്തിന് പിന്നിൽ ഒരു പഴയ തൃശ്ശൂർക്കാരൻ പയ്യന്റെ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. ആത്മവിശ്വാസം എന്ന വാക്കിനെ തന്റെ പേരിനോട് ചേർത്ത് വെച്ച ഡോക്ടർ CJ റോയിയുടെ ജീവിത കഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. തൃശ്ശൂരിലെ സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച റോയിയുടെ പിതാവ് ജോസഫ് ഒരു അധ്യാപകനായിരുന്നു. അമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ മാതൃക. 1970കളിൽ സ്ത്രീകൾ ബിസിനസ്സിലേക്ക് വരുന്നത് അപൂർവമായ കാലം. റോയിയുടെ അമ്മ തൃശ്ശൂരിൽ ചെറിയ സ്ഥലങ്ങൾ വാങ്ങി മറിച്ചു വിൽക്കുന്ന ബിസിനസ് ചെയ്തിരുന്നു. സ്കൂൾ കഴിഞ്ഞു വരുന്ന റോയി അമ്മ കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഒരു ഭൂമി വാങ്ങുമ്പോൾ അതിന്റെ രേഖകൾ നോക്കുന്നതും വില പേശുന്നതും ഭാവിയിൽ ആ സ്ഥലത്തിന് വരാൻ പോകുന്ന മൂല്യം കണക്കാക്കുന്നതും റോയി പഠിച്ചത് അമ്മയിൽ നിന്നാണ്. നമ്മൾ വിൽക്കുന്നത് മണ്ണല്ല, വിശ്വാസമാണെന്ന പാഠം അദ്ദേഹം ഹൃദയത്തിൽ കുറിച്ചു. ബിസിനസ് ലോകം അദ്ദേഹത്തെ ഡോക്ടർ CJ റോയ് എന്ന് വിളിച്ചെങ്കിലും തൃശ്ശൂരിലെ ആ പഴയ കുടുംബ പേര് ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ് എന്നായിരുന്നു. ചിരിയങ്കണ്ടത്ത് കുടുംബത്തിന്റെ തനിമയും തൃശ്ശൂർക്കാരന്റെ തന്റെ ഇടവും അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലുമുണ്ടായിരുന്നു. വെറുമൊരു ഭാഗ്യം കൊണ്ട് കോടീശ്വരനായ ആളായിരുന്നില്ല അദ്ദേഹം. കൃത്യമായ പ്ലാനിങ്ങും വിദ്യാഭ്യാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ അദ്ദേഹം ബിസിനസ് ലോകത്തെ മാറ്റങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ പഠിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പരിഗണിച്ച് ഹോണററി ഡോക്ടറേറ്റും അദ്ദേഹത്തെ തേടിയെത്തി. റോയിയുടെ വിജയം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലായിരുന്നു. അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സമയം കൃത്യമായി പാലിക്കുന്നതിൽ അദ്ദേഹം കടുംപിടുത്തക്കാരനായിരുന്നു. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ അസാമാന്യമായ ഓർമ്മശക്തിയാണ്. ആയിരക്കണക്കിന് ജീവനക്കാരുള്ള തന്റെ കമ്പനിയിലെ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം ഓർത്തിരിക്കുമായിരുന്നു. റോയിയുടെ ബിസിനസ് തന്ത്രം ലളിതമായിരുന്നു. മറ്റുള്ളവർ ഓടുമ്പോൾ നീ നടക്കുക, മറ്റുള്ളവർ ഇരിക്കുമ്പോൾ നീ ഓടുക. ലോകം മുഴുവൻ സാമ്പത്തിക ബാധ്യത്തിൽ തളർന്നിരിക്കുമ്പോൾ അദ്ദേഹം റിസ്ക് എടുത്ത് മുന്നോട്ട് പോയത് ഈ ദർശനം ഉള്ളതുകൊണ്ടാണ്. ഉപരിപഠനത്തിനായി റോയ് ബാംഗ്ലൂരിലേക്ക് മാറുന്നു. ആ കാലത്ത് ബാംഗ്ലൂരു ഇന്നത്തെ പോലെ ഒരു മെട്രോ നഗരമായി വളർന്നു തുടങ്ങിയിരുന്നില്ല. സെന്റ് ജോസഫ്സ് കോളേജിലെ പഠനകാലം. പഠനത്തിനൊപ്പം തന്നെ ചെറിയ ജോലികൾ ചെയ്ത് പണം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. IT വിപ്ലവം ബാംഗ്ലൂരിലേക്ക് കടന്നു വരുന്നതിന് റോയ് സാക്ഷ്യം വഹിച്ചു. നഗരം വളരുമ്പോൾ സ്ഥലത്തിന് വില കൂടുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ആ കാലത്താണ്. എങ്കിലും നേരിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പകരം അനുഭവ സമ്പത്ത് നേടാൻ തീരുമാനിച്ചു. BPL, HP മുതലായ പ്രമുഖ IT ഇലക്ട്രോണിക്സ് കമ്പനികളിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വിഭാഗത്തിൽ അദ്ദേഹം ജോലിക്ക് കയറി. കോർപ്പറേറ്റ് ലോകത്തെ സുരക്ഷിതമായ ശമ്പളവും സൗകര്യങ്ങളും അദ്ദേഹത്തെ തളച്ചിട്ടില്ല. മറ്റൊരാൾക്ക് വേണ്ടി ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പലപ്പോഴും സുഹൃത്തുക്കളോട് പറയുമായിരുന്നു. 2006 ലോകത്ത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയ സമയത്താണ് അദ്ദേഹം തന്റെ സുരക്ഷിതമായ ജോലി രാജിവെക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൈവശം വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് കോൺഫിഡൻസ് മാത്രമായിരുന്നു. 2006 സെപ്റ്റംബറിൽ അദ്ദേഹം കോൺഫിഡന്റ് ഗ്രൂപ്പിന് തുടക്കമിട്ടു. ആദ്യ പ്രൊജക്ടിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് നഗരത്തിന് പുറത്തുള്ള സർജാപൂർ എന്ന സ്ഥലമായിരുന്നു. അന്ന് അവിടെ വെറും കുറ്റിക്കാടുകൾ മാത്രമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. നിന്റെ പണം മുഴുവൻ ഈ കാട്ടിൽ പോകുമോ എന്ന് ബന്ധുക്കൾ ചോദിച്ചു. പക്ഷേ റോയ് അവിടെയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം നടത്തിയത്. 2006 ബിസിനസ് തുടങ്ങിയ റോയ് ആദ്യം ഉന്നം വെച്ചത് ബാംഗ്ലൂരുവിലെ സർജാപൂർ എന്ന പ്രദേശമായിരുന്നു. അന്ന് സർജാപൂർ എന്നാൽ കാടും കുറ്റിച്ചെടികളും നിറഞ്ഞ റോഡ് സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഒരു ഗ്രാമമായിരുന്നു. വമ്പൻ ബിൽഡർമാർ പോലും അവിടെ നിക്ഷേപിക്കാൻ പേടിച്ചു. നഗരത്തിലെ IT ഹബ്ബുകൾ വികസിക്കുമ്പോൾ താമസിക്കാൻ ഇടമില്ലാതെ ആളുകൾ നഗരത്തിന് പുറത്തേക്ക് വരുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും സുഹൃത്തുക്കളുടെ സഹായവും ചേർത്ത് അദ്ദേഹം ഏകദേശം 200 ഏക്കർ ഭൂമി അവിടെ വാങ്ങി. വെറും 2-3 വർഷത്തിനുള്ളിൽ സർജാപൂർ ബാംഗ്ലൂരുവിലെ പ്രധാന IT ഇടനാഴിയായി മാറി. റോയ് വാങ്ങിയ ഭൂമിയുടെ വില 100 ഇരട്ടിയായി വർദ്ധിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ അടിത്തറ പാകിയത് ഈ സർജാപൂർ ചൂതാട്ടമായിരുന്നു. ഡോക്ടർ CJ റോയ് കൊണ്ടുവന്ന ഒരു ബിസിനസ് മോഡലായിരുന്നു സീറോ ഡെബിറ്റ് മോഡൽ.
കടമില്ലാത്ത ബിസിനസ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ റോയിയുടെ ബിസിനസ് തന്ത്രമായിരുന്നു അത്. ഭൂരിഭാഗം ബിൽഡർമാരും ബാങ്ക് ലോണുകളെ ആശ്രയിച്ച് പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ റോയി അത് ചെയ്തില്ല. സ്വന്തം ലാഭവിഹിതവും ഉപഭോക്താക്കൾ നൽകുന്ന അഡ്വാൻസും ഉപയോഗിച്ച് അദ്ദേഹം നിർമ്മാണം പൂർത്തിയാക്കി. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ വലിയ കമ്പനികൾ തകർന്നപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് കുലുങ്ങാതെ നിന്നത് ഈ സീറോ ഡെബിറ്റ് പോളിസി കൊണ്ടായിരുന്നു. എന്റെ ഭൂമി എന്റെ സമ്പാദ്യമാണ്, ബാങ്കിൻ്റെതല്ല എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. കർണാടകയിൽ വിജയിച്ച ശേഷം റോയ് തന്റെ ശ്രദ്ധ ജന്മനാടായ കേരളത്തിലേക്ക് തിരിച്ചു. ആളുകളുടെ മനസ്സിലേക്ക് കയറാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി വിനോദ മേഖലയായിരുന്നു. ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയുടെ സ്പോൺസർഷിപ്പ് അദ്ദേഹം ഏറ്റെടുത്തു. ഒരു പാട്ട് പാടിയാൽ 1 കോടി രൂപയുടെ ഫ്ലാറ്റ് സമ്മാനമായി നൽകുക എന്നത് മലയാളികൾക്ക് അന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. ഓരോ എപ്പിസോഡിലും തിളങ്ങുന്ന കോട്ടും സ്യൂട്ടും ധരിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന റോയ് മലയാളികൾക്ക് ഒരു ഹീറോയായി മാറി. സ്റ്റാർ സിംഗർ സ്പോൺസർ ചെയ്യുന്ന ആൾ എന്ന ലേബൽ കേരളത്തിലുടനീളം കോൺഫിഡന്റ് ഗ്രൂപ്പിന് വലിയ വിശ്വസ്തത നേടിക്കൊടുത്തു. കൊച്ചിയിലും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും പ്രൊജക്റ്റുകൾ മിന്നൽ വേഗത്തിൽ വിറ്റുപോയി. റോയുടെ ജീവിതശൈലി തന്നെ ഒരു മാർക്കറ്റിംഗ് ടൂർ ആയിരുന്നു. ബാംഗ്ലൂരുവിനും കേരളത്തിനും പുറമെ ദുബായിലും അദ്ദേഹം വമ്പൻ പ്രൊജക്റ്റുകൾ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ വരെ അദ്ദേഹത്തിന് ഓഫീസുകൾ ഉണ്ടായിരുന്നു. തന്റെ ഓരോ പ്രൊജക്റ്റും ലോകോത്തര നിലവാരത്തിലുള്ളതാണെന്ന് കാണിക്കാൻ അദ്ദേഹം ലണ്ടനിലും സ്വിറ്റ്സർലൻഡിലും യാത്രകൾ നടത്തി. അവിടുത്തെ നിർമ്മാണ രീതികൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഒരു ബിസിനസ്സുകാരൻ ആഡംബരമായി ജീവിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കോടികൾ വിലയുള്ള വാച്ചുകളും കാറുകളും അദ്ദേഹം പ്രദർശിപ്പിച്ചത് തന്റെ വിജയത്തിന്റെ തെളിവായിട്ടായിരുന്നു. ഇത് യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചു. റിയൽ എസ്റ്റേറ്റിൽ നിന്നും സിനിമാ ലോകത്തേക്കുള്ള റോയുടെ പ്രവേശനം വളരെ ആസൂത്രിതമായിരുന്നു. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലുമായി റോയ്ക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. കാസനോവ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായാണ് അദ്ദേഹം സിനിമയിൽ സജീവമായത്. പിന്നീട് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഇന്ത്യയിലെ തന്നെ വലിയ ചിത്രങ്ങളിലൊന്നായ മരക്കാർ, അറബിക്കടലിലെ സിംഹം എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവായി അദ്ദേഹം മാറി. സിനിമയെ അദ്ദേഹം വെറുമൊരു കലയായോ ലാഭത്തിനായുള്ള മാർഗമായോ മാത്രമല്ല കണ്ടത്, തന്റെ ബ്രാൻഡിനെ ഉയർത്താനുള്ള ഒരു വേദിയായും അദ്ദേഹം ഇതിനെ ഉപയോഗിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന പേര് സിനിമയുടെ ടൈറ്റിലുകളിൽ തെളിയുമ്പോൾ അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വിശ്വസ്തയോടെ എത്തി. CJ റോയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കാർ കളക്ഷനെ കുറിച്ച് പറയാതെ വയ്യ. കേരളത്തിലെയും ബാംഗ്ലൂരുവിലെയും കാർ പ്രേമികൾക്ക് അദ്ദേഹം ഒരു ആവേശമായിരുന്നു. 13 റോൾസ് റോയ്സ് കാറുകൾ മുതൽ ലംബോർഗിനി വരെ ഇന്ത്യയിലെ തന്നെ ചുരുക്കം ചിലർക്ക് മാത്രം സ്വന്തമായുള്ള ബുഗാട്ടി പോലെയുള്ള കാറുകൾ അദ്ദേഹത്തിന്റെ ഗ്യാരേജിലുണ്ടായിരുന്നു. അദ്ദേഹം വാങ്ങുന്ന ഓരോ കാറിനും ഒരു പ്രത്യേകത ഉണ്ടാകും. പലപ്പോഴും ലോകത്തിലെ തന്നെ പരിമിതമായ എണ്ണം കാറുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. ബാംഗ്ലൂരുവിലെ നിരത്തുകളിലൂടെ തന്റെ സ്പോർട്സ് കാറുകളിൽ അദ്ദേഹം പാഞ്ഞു പോകുന്നത് പതിവ് കാഴ്ചയായിരുന്നു. വേഗത എന്റെ സിരകളിലുണ്ട് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്തിരുന്നത് ഈ ആഡംബര ജീവിതം കാരണമായിരുന്നു. റിയാലിറ്റി ഷോകളിൽ നിന്ന് അദ്ദേഹം ബിഗ് ബോസ് പോലെയുള്ള വലിയ ഫോർമാറ്റുകളിലേക്ക് മാറി. ബിഗ് ബോസ് മലയാളം സീസണുകളിൽ മത്സരാർത്ഥികൾക്ക് നൽകുന്ന വീട് കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെതായിരുന്നു. ഷോയുടെ ഫൈനൽ വേദിയിൽ വന്ന് റോയ് സംസാരിക്കുമ്പോൾ ഒരു സിനിമാ താരത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. പരാജയപ്പെട്ടു നിൽക്കുന്ന യുവാക്കൾക്ക് അദ്ദേഹം തന്റെ ജീവിതം ഉദാഹരണമായി കാട്ടിക്കൊടുത്തു. പണമില്ലാത്തതല്ല, ആത്മവിശ്വാസമില്ലാത്തതാണ് ദാരിദ്ര്യം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വൈറലായി. ബിസിനസ്സുകാർ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ റോയ് തന്റെ ഓരോ വിദേശ യാത്രകളും ആഘോഷങ്ങളും ജനങ്ങളുമായി പങ്കുവച്ചു. ഇത് അദ്ദേഹത്തിന് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്തു. ബിസിനസ് ഇത്രത്തോളം വളരുമ്പോൾ സ്വാഭാവികമായും അധികൃതരുടെ കണ്ണുകൾ അദ്ദേഹത്തിന് മേൽ പതിഞ്ഞു. വമ്പൻ സിനിമാ നിർമ്മാണങ്ങളും ആഡംബര ജീവിതവും ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പുറമേ കാണുന്നത്ര സുഖകരമായിരുന്നോ അകത്തെ കാര്യങ്ങൾ?
കടമില്ലാത്ത ബിസിനസ് എന്ന് അവകാശപ്പെടുമ്പോഴും വലിയ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാനുള്ള സമ്മർദ്ദം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. തന്റെ അവസാന വീഡിയോകളിൽ പോലും അദ്ദേഹം പ്രസന്നനായിരുന്നെങ്കിലും തന്റെ സാമ്രാജ്യത്തിന് നേരെ വരുന്ന അന്വേഷണങ്ങളെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. 2026 ജനുവരിയുടെ അവസാന വാരം CJ റോയിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിരുന്നു. ജനുവരി 27 മുതൽ കേരളത്തിലെയും കർണാടകയിലെയും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിലും റോയിയുടെ വസതിയിലും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധന തുടങ്ങി. അദ്ദേഹത്തിന്റെ വമ്പൻ സിനിമാ നിക്ഷേപങ്ങളും വിദേശത്തെ ബിസിനസ് ഇടപാടുകളും ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. 100-ലധികം ഉദ്യോഗസ്ഥരാണ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത്. സാധാരണ റെയ്ഡുകൾ നടക്കുമ്പോൾ ബിസിനസ്സുകാർ നേരിടാറുള്ളതിനേക്കാൾ വലിയ സമ്മർദ്ദമാണ് റോയ് അനുഭവിച്ചിരുന്നത്. തന്റെ ഇത്രയും കാലത്തെ അധ്വാനവും സൽപ്പേരും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തോന്നൽ അദ്ദേഹത്തെ തളർത്തി. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. മരിക്കുന്നതിന് 4 ദിവസം മുൻപ് അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാമിൽ അവസാന വീഡിയോ പോസ്റ്റ് ചെയ്തു. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ചിരിച്ച മുഖത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ആ മുഖത്ത് മരണത്തിന്റെ നിഴൽ പോലും ആരും കണ്ടില്ല. റെയ്ഡ് 3 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകൾ നീണ്ടുപോയി. സഹോദരൻ CJ ബാബു പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉദ്യോഗസ്ഥർ റോയിയെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നിരിക്കാം. ഭക്ഷണവും ഉറക്കവും കൃത്യമായി ലഭിക്കാത്ത അവസ്ഥയും അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ബാംഗ്ലൂരുവിലെ ലാംഗ്ഫോർഡ് റോഡിലുള്ള തന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥർ പരിശോധന തുടരുന്നതിനിടയിലാണ് ആ ദാരുണമായ സംഭവം നടന്നത്. ഏകദേശം ഉച്ചകഴിഞ്ഞ് 3:15. ആഡംബരങ്ങളുടെ നടുവിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പുറത്തു നിൽക്കെ റോയ് തന്റെ ലൈസൻസുള്ള തോക്കെടുത്ത് സ്വന്തം നെഞ്ചിലേക്ക് വെടിയുതിർത്തു. ഹൃദയവും ശ്വാസകോശവും തകർന്ന റോയ് തൽക്ഷണം മരണപ്പെട്ടു. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്നിട്ടും എങ്ങനെ അദ്ദേഹം തോക്കെടുത്തു? എന്തായിരുന്നു അദ്ദേഹത്തെ ഇത്രയും പെട്ടെന്ന് പ്രകോപിപ്പിച്ചത്? മരണത്തിന് തൊട്ടുമുൻപ് നടന്ന അവസാനത്തെ സംഭാഷണം ആരുമായായിരുന്നു? റോയിയുടെ മരണം ഒരു ആത്മഹത്യയല്ല, മറിച്ച് സിസ്റ്റം അദ്ദേഹത്തെ അതിലേക്ക് തള്ളിവിട്ടതാണ് എന്നാണ് സഹോദരൻ ആരോപിക്കുന്നത്. IT ഉദ്യോഗസ്ഥർ റോയിയെ അമിതമായി സമ്മർദ്ദത്തിലാക്കി എന്നും ഇതിനെതിരെ നിയമപോരാട്ടം നടത്തുമെന്നും കുടുംബം പ്രഖ്യാപിച്ചു. മരണത്തെ പേടിയില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള റോയ് ഈ തരത്തിൽ ഒരു വിടവാങ്ങൽ തിരഞ്ഞെടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ 8400 കോടിയോളം വരുന്ന സാമ്രാജ്യം നാഥനില്ലാത്ത അവസ്ഥയിലായി. ആത്മവിശ്വാസം എന്ന ബ്രാൻഡ് വിറ്റ മനുഷ്യൻ. ആത്മവിശ്വാസം കൈവിട്ടുപോയ ഒരു നിമിഷത്തിൽ ജീവിതം അവസാനിപ്പിച്ചു. CJ റോയ് എന്നത് ഒരു പാഠമാണ്. വിജയത്തിന്റെയും റിസ്കിന്റെയും ഒടുവിൽ തകർച്ചയുടെയും പാഠം. വീണു പോകുമ്പോൾ പിടിച്ചു കയറാൻ ഒരു കൈസഹായം ചോദിക്കാൻ അദ്ദേഹം മറന്നുപോയോ? അതോ അദ്ദേഹം കണ്ടുപിടിച്ച കോൺഫിഡൻസ് എന്ന ഫോർമുലയ്ക്ക് പോലും താങ്ങാൻ കഴിയാത്ത ഒന്നായിരുന്നോ ആ നിമിഷത്തെ ആകുലതകൾ? ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കിയാക്കി റോയിയുടെ ജീവിതം ഇവിടെ അവസാനിച്ചു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.